ഈ കിടന്ന് തിളയ്ക്കുന്നത് എന്താണെന്നല്ലേ? പറഞ്ഞുതരാം. അതിന് വേണ്ടത് കുറച്ച് ചെറിയുള്ളി, പിന്നെ കുറച്ച് കറ്റാർ വാഴ കുനുകുനാന്നരിഞ്ഞത്, പിന്നെ നമ്മുടെ ഉലുവ, കരിഞ്ജീരകവും ചെമ്പരത്തിയുടെ പൂവും തുളസി ഇലയും പിന്നെ നമ്മുടെ കറിവേപ്പിലും. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഉലുവയിട്ട് അതിലേക്ക് കരിഞ്ജീരകം ഇട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി അരിയുക, പിന്നെ കുറച്ച് തുളസി, അലോവേര മുറിച്ചതും, പിന്നെ നമ്മുടെ കറിവേപ്പിലയും അതിലേക്ക് ചെമ്പരത്തി പൂവിട്ട് 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വേണം സ്റ്റൗ ഓൺ ആക്കാൻ. അത് കഴിഞ്ഞ് നന്നായി ഇളക്കി ഈ ഒരു പരുവാകുമ്പോഴേക്കൂടെ നമ്മൾ സ്റ്റൗ സിമ്മിലേക്ക് വെക്കാം. എന്നിട്ട് ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് ഇത് കുക്ക് ചെയ്ത് ഏകദേശം ഈ പരുവാകുമ്പോൾ ഓഫ് ചെയ്ത് പിറ്റേ ദിവസം ആവാൻ കാത്തിരിക്കുക. പിറ്റേ ദിവസം അതിനെ ഇതുപോലെ അരിച്ചെടുക്കുക. ആ അരിച്ചെടുത്തതിലേക്ക് നമ്മൾ കാസ്റ്റർ ഓയിൽ, അതായത് നമ്മുടെ ആവണക്കെണ്ണ, അതും പിന്നെ വൈറ്റമിൻ സിയും കൂടെ അതിൽ പൊട്ടിച്ചൊഴിച്ച് നന്നായി ഇളക്കി മിക്സ് ചെയ്യും.